എല്ലാവരും എട്ടിൻ്റെ പണി കിട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് ഈ എട്ടിൻ്റെ പണി? അതിനെങ്ങനെ ഈ എട്ടെന്ന് നമ്പർ വന്ന് അറിയില്ല. അപ്പോൾ ഒരു 501 പണി കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 501 പണി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരാൾക്കൊരു 501 പണി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു 501 പണി കിട്ടിയത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം വെച്ചു. 1000 വാട്ട് വരുന്നുണ്ട്, ഓൺ ആകുന്നുണ്ട്, വെള്ളം ചൂടാകുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. വീണ്ടും E0 എറർ കോഡ് വരുന്നു. അതായത് ഓൺ ആകും, ഓഫാകും, ഓണാകും, ഓഫാകും. 1000 വാട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് E0 എറർ കോഡിലേക്ക് പോകും. ഓണാകും, ഓഫാകും, ഓണാകും, ഓഫാകും. ഇതാണ് 501 പണി എന്ന് പറയുന്നത്. എന്താണ് ഈ 501 പണി? ഞാൻ കാണിച്ചത്. ഓഫ് ചെയ്യുന്നു, പവർ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, പ്ലഗ് റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം 501 പണി എന്താണെന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻ പവർ ഓഫ് ചെയ്ത് കോഡ് കറണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കുക. ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉള്ളവർ മാത്രമേ ഇതിന് ശ്രമിക്കാവൂ. കുട്ടികൾ ഒരിക്കലും ഇത് അഴിക്കാൻ ശ്രമിക്കരുത്. സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി നേരെ ബോർഡിലേക്ക് പോവാണ്. 501 വില്ലനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഡയറക്റ്റ് പണിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. 501 വില്ലനെ കാണിക്കാൻ. ഇത് 501 എന്നാണ് എഴുതിയേക്കുന്നത്. 501 501 ഇതാണ് നമ്മുടെ വില്ലൻ. ഈ വില്ലനെ മാറ്റി കഴിഞ്ഞാൽ ഈ ഓഫാകും ഓണാകും എന്നുള്ള പ്രോബ്ലം ഡയറക്റ്റ് സോൾവ് ആകുകയാണ്. പെട്ടെന്ന് തന്നെ സാധനം വർക്കാകും. അങ്ങനെ 501 ഡിസോൾവ് ചെയ്ത് അവന് ഊരിയെടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് 501 പ്രിസെറ്റ് എന്ന് പറയും. വേരിയബിൾ റെസിസ്റ്ററാണിത്. ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ വേറൊരു മോഡലാണ്. ഇത് നമുക്ക് വേരി ചെയ്യാം ഇതിനകത്ത് റെസിസ്റ്റൻസ്. അതാണ് 501 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഓം എന്ന് അറിയപ്പെടും ഇവൻ. ഈ കുഞ്ഞൻ സാധനം മാറ്റി കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. ഞാൻ മാറ്റി കാണിച്ചു തരാം. പഴയ കുഞ്ഞിന് മഞ്ഞ ഉടുപ്പായിരുന്നെങ്കിൽ ഇവന് വെള്ള ഉടുപ്പാണ് കേട്ടോ. പഴയതിന് 501 അതിന് മഞ്ഞ കളറല്ലായിരുന്നു. ഇത് വെള്ള കളറിലുള്ള സാധനമാണ് 501 ഇട്ടേക്കുന്നത്.
500 ഓം പ്രിസെറ്റ് യൂണിയൻ സിന്താബ. ഓണാക്കും ഓഫാക്കും ഇൻഡക്ഷൻ കുക്കർ ഓഫാക്കും ഓണാക്കും ഓണാക്കും ഓഫാക്കും ഇൻഡക്ഷൻ കുക്കർ ഓഫാക്കും. കേടായവനെ പറഞ്ഞുകൊണ്ട് പുതിയ ആളെ ജോലിക്ക് കയറ്റി. അവന്മാരുടെ സമരവും കഴിഞ്ഞു. സംഭവം റെഡിയായി. എങ്ങനെ ഊരിയോ അതുപോലെ തന്നെ എല്ലാം ഫിക്സ് ചെയ്തു, സ്ക്രൂ ഇട്ടു. ഇത് സോൾഡറിങ് ആണ് നമ്മുടെ കുഞ്ഞിനെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇത് കണ്ടോ, കുഞ്ഞിനെ ഊരി മാറ്റാൻ വേണ്ടിയിട്ട് സോൾഡറിങ് ഗൺ ഉപയോഗിച്ച് ഊരി മാറ്റി, എല്ലാം ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇവൻ എങ്ങനെ വർക്കാവുന്നു എന്നൊന്ന് നോക്കാം. അങ്ങനെ എല്ലാം കവറെല്ലാം ഇട്ടു, വെള്ളം വെച്ചു, പ്ലഗ് ഇൻസെർട്ട് ചെയ്തു, ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്തു. 1000 വാട്ടിൽ വർക്ക് ചെയ്യുന്നു. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1200 വാട്ട്, 1400 വാട്ട്, 1600 വാട്ട്. ടക്കെന്ന് തിളച്ച് ഇപ്പം നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് നമ്മൾ 1000 ലിറ്ററായിരുന്നു. നോക്ക്, 1000 ലിറ്റർ അപ്പം ഒന്ന് ഓണാകുമായിരുന്നു, ഓഫാകുമായിരുന്നു, ഓണാകുമായിരുന്നു, ഓഫാകുമായിരുന്നു, ഓണാകുമായിരുന്നു, ഓഫാകുമായിരുന്നു. ഇപ്പം ആ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 501 പ്രിസെറ്റ് പോയതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതുകൊണ്ടാണ് ഇത് ഓണാകുകയും ഓഫാകുകയും ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡക്ഷൻ കുക്കറിലും 90% ഇൻഡക്ഷൻ കുക്കറിലും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ പോയി ആ പ്രിസെറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയി. എങ്ങനെയുണ്ട് 501ൻ്റെ പണി? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അവിയൽ ഡയറീസ്.